ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വിമർശിക്കപ്പെട്ട മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ, ജാഫറും ഗബ്രിയും. ബിഗ് ബോസിനകത്ത് ആയിരുന്നപ്പോഴും ജാസ്മിന്റെ വ്യക്തിജീവിതമായിരുന്നു പുറത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. ഇപ്പോഴും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ബിഗ് ബോസ് ഹൌസിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം ചർച്ചയായ വിഷയമായിരുന്നു. എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദം അവസാനിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയ ശേഷവും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ്. ഇപ്പോഴത്തെ ജാസ്മിനും ഗബ്രിയും, ജിൻഡോയും, ശ്രീതുവും, അർജുനുമെല്ലാം വീണ്ടും ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ചായിരുന്നു ബിഗ് ബോസ് താരങ്ങളുടെ കൂടിച്ചേരൽ. ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് എത്തിയത്. പരിപാടിയിലേക്ക് വരുന്നതിന്റെയും മറ്റ് താരങ്ങളെ കണ്ടതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി ജാസ്മിനും ഗബ്രിയും ഒക്കെ അണിനിരക്കുന്ന ബിഗ് ബോസ് ചിത്രത്തായ് എന്ന ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു. സ്കിറ്റിൽ ജാസ്മിൻ നാഗവല്ലിയായി എത്തുമ്പോൾ ജിൻഡോയാണ് രാമനാഥനായി എത്തിയിരിക്കുന്നത്. സ്കിറ്റിന്റെ ഭാഗമായി നാഗവല്ലി രാമനാഥനെ തല്ലുന്ന രംഗവുമുണ്ട്. ഇത് വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത്. ബിഗ് ബോസിനകത്ത് ഏറെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടവരാണ് ജിൻഡോയും ജാസ്മിനും. ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൽ സാധിക്കാത്തത് ജിൻഡോയ്ക്കിട്ട് ജാസ്മിൻ ഇവിടെ അങ്ങ് തീർത്തു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ജാസ്മിൻ തല്ലിയിട്ടുണ്ടാകും, ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു എന്നെല്ലാമാണ് കമന്റുകൾ. അതേസമയം സ്കിറ്റിലേക്ക് വേണ്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായി തിരുവനന്തപുരത്തെ ഒരു തറവാട്ട് വീട്ടിലേക്ക് മറ്റ് അണിയറ പ്രവർത്തകർക്കൊപ്പമായിരുന്നു ജാസ്മിനും ഗബ്രിയും എത്തിയത്. ഇതെല്ലാം ഗബ്രി തന്റെ വ്ലോഗിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. റിഹേഴ്സലിനായി ജാസ്മിൻ ആദ്യം തന്നെ പോയി. ഞാൻ വൈകിയാണ് സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും ജാസ്മിന്റെ നാഗവല്ലി ഏകദേശം സെറ്റായിരുന്നു. വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് ജിൻഡോയ്ക്കൊപ്പം പെർഫോമൻസ് ചെയ്യുന്നത് കണ്ടു. പിന്നെ ഞാൻ കളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൈക്കിൾ ജാക്സന്റെ കുറച്ച് സ്റ്റെപ്സ് ആണെന്നും ഗബ്രി ചിരിച്ചുകൊണ്ട് പറയുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം 6-ന്റെ തുടക്കം തൊട്ട് തന്നെ മികച്ച രീതിയിലാണ് ജാസ്മിൻ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഗബ്രിയുമായുള്ള കോംബോ ജാസ്മിനെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. ഈ കോംബോയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജിൻഡോ തന്നെ ആയിരിക്കും വിജയ് എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ടോപ്പ് 5-ൽ ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഋഷിയാണ് ആദ്യം പുറത്തായത്. പിന്നീട് അഭിഷേകും ജാസ്മിനും പുറത്തായി. മാർച്ച് 10-നാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചത്. സീസൺ 7 ഉണ്ടാകുമെന്ന സൂചനയോടെയാണ് ഈ സീസൺ അവസാനിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.